സ്വദേശി ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടുവെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. തിരോധാന കേസിൽ നിന്ന് കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തി ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. ജൈനമ കൊലപാതക കേസിൽ റിമാൻഡിലുള്ള സെബാസ്റ്റ്യന്റെ അറസ്റ്റ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. ന്യൂസ് 18 ഫോളോ അപ്പ്. 2017 രജിസ്റ്റർ ചെയ്യപ്പെട്ട ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധാന കേസ് പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആ കേസാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ ബിന്ദു പത്മനാഭൻ സെബാസ്റ്റ്യനാൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാദം സർക്കാർ കൂടി അംഗീകരിച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ബിന്ദു പത്മനാഭൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം നൽകിക്കൊണ്ട് തന്നെ കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. IPC 302 പ്രകാരം കൊലക്കുറ്റം ചുമത്തി സെബാസ്റ്റ്യനെ പ്രതി ചേർത്തുകൊണ്ടാണ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് KP ആക്ട് 57 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ പഴയ കേസ് ഇപ്പോൾ കൊലപാതക കേസിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ചേർത്തല കോടതിയിൽ ഇത് കൊലപാതക കേസായി മാറ്റിയെന്ന വകുപ്പുകൾ മാറ്റിയിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ കോട്ടയം ജില്ലാ ജയിലിലാണുള്ളത്. ഏറ്റുമാനൂർ കോടതിയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഏറ്റുമാനൂർ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ സെബാസ്റ്റ്യന്റെ ഫോർമൽ അറസ്റ്റ് ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘം ബിന്ദു പത്മനാഭൻ കേസിൽ രേഖപ്പെടുത്തേണ്ടതായുണ്ട്. അത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ നീങ്ങും. എന്തായാലും ഇത്രയും നാളും സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തെങ്കിലും യാതൊരു വിവരങ്ങളും ബിന്ദു പത്മനാഭൻ കേസുമായി കളക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ജൈനമ്മ കൊലക്കേസ് വന്നതോടുകൂടി കൂടുതൽ ആളുകൾ നേരത്തെ സെബാസ്റ്റ്യൻ ബിന്ദുവിന്റെ പള്ളിപ്പുറത്തെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ബിന്ദുവിന് പകരമായി രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയ അടക്കമുള്ള ആളുകൾ സെബാസ്റ്റ്യനെതിരെ നിർണായകമായ മൊഴികൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നിലവിലെ ജൈനമ്മ കേസിന്റെ ഉൾപ്പെടെയുള്ള സർക്കംസ്റ്റൻസസ് വിലയിരുത്തിക്കൊണ്ട് സെബാസ്റ്റ്യൻ ബിന്ദുവിനെ കൊലപ്പെടുത്തി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. ജൈനമ്മ കേസിൽ കുറെ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് ആദ്യഘട്ടത്തിൽ അയാൾ സഹകരിച്ചില്ലായിരുന്നുവെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ ജൈനമ്മ കേസിൽ അന്വേഷണ സംഘത്തോട് സെബാസ്റ്റ്യൻ സ്ഥിരീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ അന്വേഷണ സംഘവും പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ ഡിവിഷനിലുള്ള ഉദ്യോഗസ്ഥരാണ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിനകത്ത് ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അന്വേഷണ സംഘം കരുതുകയും പ്രതീക്ഷ മുന്നോട്ട് വെക്കുകയും അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ജൈനമ്മ തിരോധാന കേസ് എന്നുള്ളത് കൊലക്കേസായി മാറിയിരിക്കുന്നു. ബിന്ദു പത്മനാഭന്റെയും കൊലക്കേസായി മാറിയിരിക്കുന്നു. അങ്ങനെ 2 കൊലക്കേസുകളിൽ പ്രതിയാണ് പള്ളിപ്പുറം സ്വദേശിയായ സെബാസ്റ്റ്യൻ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ.